സൂര്യസമപ്രഭാ നിർവിഘ്നം കുരു മേ ദേവ ശുഭകാര്യേഷു. അംശൻ എന്ന പേരിന് അങ്കൻ എന്നും പേര് പറയാറുണ്ട്. ഇവിടെ ഈ കഥയിൽ തന്നെ, ഇപ്പോൾ ഭാഗവതത്തിൽ മാത്രമല്ല, ഈ കഥയിൽ തന്നെ അംശനെന്നും അങ്കനെന്നും വ്യാസൻ മാറി മാറി ഉപയോഗിക്കുന്നുണ്ട്. ആദ്യം പറയുന്ന പേര് അംശൻ എന്നാണെന്നേ ഉള്ളൂ. അർത്ഥത്തിൽ വലിയ വ്യത്യാസമില്ല. അപ്പോൾ അദ്ദേഹം വളരെ വേഗത്തിൽ ഈ സാധാരണ നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, അരോഗ ദൃഢഗാത്രൻ, അത് നിരോധിച്ചു കളയേണ്ട വാക്കാണ്. ആവശ്യമുള്ളിടത്തും ഇല്ലാത്തിടത്തും എല്ലാം കയറി പറഞ്ഞ് ആൾക്ക് കേട്ടുമെടുത്ത ഒരു വാക്കാണ്. ആ വാക്കാണ് ഇവിടെ പെട്ടെന്ന് പ്രയോഗിക്കാൻ തോന്നുക. അതിന് ഏറ്റവും കൂടുതൽ പ്രചാരം കൊടുത്തത് ഇതെല്ലാം പ്രയോഗം വ്യാസൻ്റെ ആണെങ്കിലും വ്യാസൻ അവിടെ ഇവിടെയൊക്കെ പ്രയോഗിച്ചിട്ടിരിക്കുന്ന പലതും എടുത്ത് ഒന്നിച്ച് വെച്ച് കാളിദാസൻ പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ കാളിദാസ പ്രയോഗത്തിലൂടെയാണ് അത് ജനങ്ങളുടെ മധ്യത്തിൽ പ്രചരിച്ചത്. കാളിദാസൻ്റെ കവിതയ്ക്ക് ജനമധ്യത്തിലുണ്ടായിരുന്ന അംഗീകാരം വ്യാസൻ്റെ കഥയ്ക്കേ ഉള്ളൂ, വ്യാസഭാരതത്തിനല്ല. കാരണം ഇത് കാണുമ്പോൾ തന്നെ, ഈ കൃതിയിൽ ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ ആ മുറിയിലേക്ക് കയറണ്ട എന്ന് വിചാരിക്കും. മറ്റേത് ചിലയിടത്തൊക്കെ ലളിതമല്ലാത്ത പദങ്ങളുടെ പ്രയോഗങ്ങളുണ്ടെങ്കിലും നമുക്ക് അത് വളരെ ആസ്വാദ്യമായി തോന്നും. ചെറിയ ഒരു അർത്ഥത്തിൻ്റെ നോട്ട് കൂടി താഴത്തെഴുതി ആരെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ ആസ്വാദ്യമായിട്ട് തോന്നും. ഇപ്പോൾ ഇദ്ദേഹത്തിന് വേലുപ്പിള്ള ശാസ്ത്രികളുടെ ശാകുന്തളത്തിനുള്ളൊരു വ്യാഖ്യാനമുണ്ട്. എം.ആർ. വേലുപ്പിള്ള. അത് എന്തോ ഇപ്പോൾ അത് അങ്ങനെ ആരും അച്ചടിക്കുന്നില്ലെന്ന് തോന്നുന്നു. അതിൻ്റെ ആളുകൾ ആരും ഇല്ലായിരിക്കും. എന്തുകൊണ്ടാണെന്നറിയാൻ പാടില്ല, അച്ചടിക്കുന്നില്ല. വളരെ നല്ല വ്യാഖ്യാനമാണ്. അദ്ദേഹം കൊല്ലം എസ് എൻ കോളേജിൽ അധ്യാപകനുമായിരുന്നു. അത് ആരും ഇപ്പോൾ രണ്ടാമത് അച്ചടിച്ച് കാണുന്നില്ല. നല്ല പുസ്തകമാണ്. വളരെ വിശദീകരിക്കാതെ, എന്നാൽ എവിടെയെങ്കിലും ഒരു അക്ഷരത്തിൽ ഭാവത്തിൻ്റെയോ അർത്ഥത്തിൻ്റെയോ പ്രയോഗത്തിൻ്റെയോ ഒരു തീപ്പൊരി ഉണ്ടെങ്കിൽ അത് അദ്ദേഹം കണ്ടുപിടിച്ച് താഴത്തെഴുതിയിട്ടുണ്ടാവും. പിന്നെ മറ്റുള്ളവരൊക്കെ അതെടുത്ത് വിശദീകരിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ പേര് പറയാതിരിക്കുക അങ്ങനെയുണ്ട് എന്നുള്ള കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ. പലരും അതങ്ങനെ ഇസ്കി എടുത്തിട്ടുണ്ട് താനും. ഈ കൂടൽ മാണിക്യം ആണെങ്കിൽ തന്നെയും അത് ഇസ്കൽ മാണിക്യമാണെന്ന് എം.ആർ. സഞ്ജയൻ പറയുന്നത് പോലെയാണ്. എടുത്തുകൊണ്ട് പോയി പിന്നെ കൊടുത്തുമില്ല. അപ്പോൾ അത് മോഷണമല്ല, ദേവൻ ചെയ്തതുകൊണ്ടത് മോഷണമല്ല. അപ്പോൾ അതിനാണ് അദ്ദേഹം ഇസ്കൽ എന്നുള്ള പേര് കണ്ടുപിടിച്ചത്. അപ്പം അദ്ദേഹം പറയുന്നത് എന്ത് ന്യായം പറഞ്ഞാലും സാധനം തിരികെ, മാണിക്യം തിരികെ കൊടുത്തില്ലല്ലോ, പിന്നെ ന്യായം പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? അങ്ങനെ അത് പലരും അത് അതിനകത്ത് നിന്ന് എടുത്തിട്ട് ഇദ്ദേഹം ഇപ്പോൾ വളരെ പ്രശസ്തനല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരങ്ങ് വിസ്മരിച്ചിട്ട് ഇതൊക്കെ ഞാൻ സ്വന്തമായിട്ട് എഴുതിയാണെന്നുള്ള ലൈനിൽ അങ്ങ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് നോക്കുമ്പോൾ വളരെ ലളിതമാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് അത് നാടകം കൂടി ആയതുകൊണ്ടായിരിക്കും. പദങ്ങളെല്ലാം വളരെ ലളിതമാണ്. ശ്ലോകത്തിലെ പദങ്ങളും ലളിതമാണ്, ഗദ്യത്തിലെ പദങ്ങളും ലളിതമാണ്. ഇപ്പം ആശ്ചര്യ ചൂടാമണിയിലെ ഗദ്യത്തിലെ പദങ്ങളൊന്നും ലളിതമല്ല. ശക്തിഭദ്രൻ്റെ അതും രംഗത്ത് അവതരിപ്പിക്കാൻ എഴുതിയിട്ടുള്ളതാണെങ്കിലും അത്ര ലളിതമായ പദങ്ങളല്ല അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. കൂടിയാട്ടത്തിനെ എടുക്കാറുള്ളൂ. അതെ, ഇത് വളരെ ശങ്കയോടുകൂടി എഴുതി വിട്ടിരിക്കുന്ന ഒരു നാടകം എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞത്. അത് വിവിധന്മാരഭിനന്ദിച്ചാലേ ഈ നാടകം ഞാൻ എഴുതിയത് നന്നായിട്ടുണ്ട് എന്ന് എനിക്കൊരു ആത്മവിശ്വാസം പറയണമെങ്കിൽ വിവിധന്മാർ അംഗീകരിക്കണം. പക്ഷേ അദ്ദേഹത്തോളം വിവിധനായിട്ട് ആരും അന്ന് ഉണ്ടായിരുന്നില്ലെന്നുള്ളത് വേറെ ഒരു സംഗതിയാണ്. എന്തായാലും അത് വലിയ അസാധാരണമായ ഒരു വിനയപ്രകടനമായി. ഇന്നിപ്പോൾ പല കവികളും കവിത എഴുതും എന്ന് പറഞ്ഞിട്ടാണ് കവിയാകുന്നത്. ഒന്നും എഴുതിയിട്ടില്ല, വേണ്ടി വന്നാൽ എഴുതും. എഴുതാൻ പോകുന്നു.
അതുകൊണ്ട് ഞാൻ കവിയാണ് എന്ന് പറഞ്ഞ് നടക്കുമ്പോഴാണ് ഒരാൾ, ലോകത്തിലെ ഏറ്റവും വലിയൊരു കവി, വിവിധന്മാരെ അഭിനന്ദിച്ച് വിജ്ഞാനം സാധുവായി വരും സാധുവായി വരും എന്നിങ്ങനെ പറഞ്ഞ ശങ്കയോടുകൂടിയാണ് ഈ നാടകം അദ്ദേഹം രംഗത്ത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ വളരെ ലളിതമായ പദങ്ങളാണ് അതിനകത്ത്. അത് കുട്ടിക്കൃഷ്ണമാരാരുടെ തർജ്ജമ അതിഗംഭീരമാണ്. അങ്ങനെ ഒരു തർജ്ജമ ഉണ്ടാവാൻ സാധ്യമല്ല. അങ്ങനെ ഒരു തർജ്ജമ ഉണ്ടാവാൻ സാധ്യമല്ലാത്ത വിധത്തിൽ കാളിദാസൻ തന്നെ മലയാളത്തിൽ എഴുതിയോ എന്ന് തോന്നുമാറാണ് അദ്ദേഹത്തിൻ്റെ അതിഗംഭീരമായ തർജ്ജമ. അതായിരിക്കും ഒരുപക്ഷെ സാഹിത്യത്തിന് അദ്ദേഹം ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ സംഭാവനയും. അപ്പോൾ ഇത് വളരെ ലളിതമാണ്. നമുക്ക് ഇപ്പം അതിൻ്റെ തുടക്കം തന്നെ വാഗർത്ഥാവിവസമ്പർത്തവും വാഗർത്ഥ പ്രതിപത്തയെ ജഗത പിതരവും വന്ദേ പാർവതീ പരമേശ്വരവും. ഇത് മലയാളമാണെന്നേ തോന്നുള്ളൂ. അത് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഈ രീതിയിൽ ഇങ്ങനെ പോകാൻ ഇടയ്ക്ക് ചില വാക്കുകൾ നിവൃത്തിയില്ലാത്തത് കൊണ്ട് മലയാളമല്ലാത്തതുപോലത്തെ വാക്കുകൾ വരും എന്നുള്ളതല്ലാതെ അതിനകത്ത് വേറെ കഠിനമായ പദങ്ങൾ ഒന്നും വരികയില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നത് കിരാതാർജുനീയം വായിക്കുമ്പോഴാണ്. പിന്നെ ശിശുപാലവധവും വായിച്ച് മുന്നോട്ട് പോകാനേ സാധ്യമല്ല. ആത്ത വിധത്തിലുള്ള പദങ്ങളും അതുപോലെ ഉള്ളപ്പോൾ ഒരു വരി ഒരക്ഷരം കൊണ്ട് തുടങ്ങിയാൽ പിന്നെ ആ ശ്ലോകം മുഴുവനും ആ ഒറ്റ അക്ഷരം കൊണ്ട് തന്നെ ഇരിക്കും. അങ്ങനത്തെ വാക്കുകൾ കണ്ടുപിടിച്ചിട്ടാണ് അദ്ദേഹം അത് എഴുതിയിരിക്കുന്നത്. അത് ഈ മെല്ലാർമേ ഉണ്ട്, ഫ്രഞ്ച് കവി. മെല്ലാർമയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ എതിരായിട്ട് നിരൂപണം ചെയ്യുന്ന, അദ്ദേഹം കവിയല്ല എന്ന് വാദിക്കുന്ന ആളുകൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അത് ലിറ്റററി കൺടോർഷനിസ്റ്റ് എന്നാണ്. ഒരു കാര്യവും ഒരു കാരണവശാലും നേരെ പറയുകയില്ല. അതിങ്ങനെ വളച്ച് പര്യായോക്ത രീതിയിൽ പറഞ്ഞ് അവസാനം ഇദ്ദേഹത്തിനോട് ചോദിച്ചാൽ തന്നെയും ആ പിടിയിൽ എന്താണ് എഴുതിയെന്നുള്ളത് അങ്ങനെ ഒരു കൺടോർഷനാക്കി മാറ്റും. അങ്ങനെയാണ് അദ്ദേഹത്തെ ആദ്യമായി യൂറോപ്പിൽ അങ്ങനെ ഒരു പദം വരുന്നത്, ലിറ്റററി കൺടോർഷനിസ്റ്റ്. അപ്പം ഇത് പക്ഷേ മാഘനും കിരാതാർജുനീയകാരനും ഭാരവിക്കുമെന്നും അവരെഴുതിയത് എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് അറിഞ്ഞുകൂടാതെ വരില്ല. അവരതിൻ്റെ അർത്ഥം പറയും, അവർക്ക് അതിന് നിശ്ചയമുണ്ട്. പക്ഷേ ഈ വായനക്കാരൻ എന്ന് പറയുന്ന ഒരു നിരുപദ്രവ ജീവിയെ അവർ പരിഗണിക്കുന്നതേ ഇല്ല. അപ്പൊ ഇതിലെ പറയുന്നുണ്ട്, ഇത് ചുമ്മാ സാധാരണക്കാരൊന്നും വായിക്കാമെന്ന് ശ്രമിക്കരുത്, ശരിക്ക് ഗുരുവിന്റെ നല്ലപോലെ പഠിച്ചിട്ടുള്ളവൻ വന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. ഇതിനോട് കളിക്കണ്ട എന്ന് പറഞ്ഞ് ഗുരുവിന്റെ ശിക്ഷണത്തോടുകൂടിയേ പഠിക്കാനൊക്കെ ഉള്ളൂ. ഈ ഭാഗത്ത് നിന്ന് എന്ന് വെച്ചാൽ ഈ അംശൻ്റെ കഥ വർണ്ണിക്കുന്ന ഭാഗത്ത് നിന്ന് ധാരാളം പദശയ്യകൾ ഉണ്ട്, സുന്ദരമായ പദശയ്യകളുണ്ട്. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ശന്തനു മഹാരാജാവ് മത്സ്യഗന്ധിനിയെ കാണും കാട്ടിൽ വെച്ച്. ഇതുപോലെ തന്നെ ഒരു നായാട്ടിന് പോയതാണ് അദ്ദേഹം. നായാട്ടിന് പോയത് വിനോദത്തിന് വേണ്ടിയായിരുന്നു. രാജാക്കന്മാരെ അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന നിയമമുണ്ട്. അവരുടെ സപ്തവ്യസനങ്ങളിൽപ്പെട്ടതാണ് ചൂതുകളി, നായാട്ടിന് പോക്ക്, സ്ത്രീകളോട് വേറെ സ്ത്രീകളുമായിട്ട് ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതല്ല, സ്ത്രീകളോട് അവർ സംസാരിക്കരുത്, കൂടുതൽ നേരം സംസാരിക്കരുത്. അപ്പോൾ അതുകൊണ്ട് ഒരു സ്ത്രീ പരാതിയായിട്ട് വന്നാൽ പരാതി കേൾക്കുമ്പോൾ ഇദ്ദേഹം ഇവരെ വരുത്തിക്കൊള്ളണം, സഹധർമ്മിണിയെ. അപ്പം സഹധർമ്മിണിയുടെ സാന്നിധ്യത്തിൽ യുവതിയായ സുന്ദരിയായ ഒരു അബലയോട് സംസാരിക്കുമ്പോൾ ഈ ഭാര്യ ഇതെല്ലാം ശ്രദ്ധിച്ചോളും. ഇയാൾ എന്തിനുള്ള പുറപ്പാടാണ്, രാജാവൊക്കെ കാര്യം ശരി തന്നെയാണെങ്കിൽ അവർക്ക് ഭർത്താവാണല്ലോ, ഇയാൾ എന്തിനുള്ള പുറപ്പാടാണ് ഈ കാണിക്കുന്നതെന്ന് ശ്രദ്ധിക്കും എന്ന് നേരത്തെ കൂട്ടി രാജാവിന് അറിയാവുന്നത് കൊണ്ട് രാജാവിന് പറയണമെന്ന് തോന്നുന്ന പലതും നാക്കേ കിടന്നിങ്ങനെ പ്രാന്തെടുത്ത് നടക്കുകയുള്ളൂ, പുറത്തേക്ക് വരില്ല. പുറത്തേക്ക് വരുന്നത് ന്യായമായ കാര്യങ്ങൾ മാത്രമേ വരുള്ളൂ. പിന്നെ ഗുരുവും ഉണ്ടായിരിക്കണം. ഗുരുവൊക്കെ ചിലപ്പോൾ കണ്ണടച്ച് കളയും, പോട്ട പയ്യനല്ലേ എന്ന് വിചാരിച്ച് കണ്ണടച്ച് കളയും. ആരോടും പുറത്ത് പറയില്ല. ഭാര്യയ്ക്ക് അങ്ങനെ കണ്ണടയില്ല.
അപ്പോൾ അങ്ങനെ ഭാര്യയോടുകൂടി ഇരുന്ന് വേണം അത്തരം സമയത്ത് പരാതികൾ കേൾക്കാൻ, അതിന് ഭാര്യയെ വരുത്തണം. അങ്ങനെയാണ് നിയമം. മിക്കവാറും രാജാക്കന്മാരെല്ലാവരും ഈ നിയമം തെറ്റിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ ഇദ്ദേഹം നായാട്ടിന് പോയി. നായാട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ക്രോശം അകലത്ത് നിന്ന് അത് മൂക്കിനെ വല്ലാതെ ആകർഷിക്കുന്ന, അതിനു മുമ്പ് കേട്ടിട്ടില്ലാത്ത അനാസ്വാദിതപൂർവമായ ഒരു സുഗന്ധവും അവിടെ നിന്നുള്ള പിന്നെ പൂമ്പൊടിയുടെ പരിമളവും മന്ദമായി പ്രവഹിച്ചു വരുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നി. ചിലപ്പോൾ കൊടുങ്കാറ്റായിരിക്കും അടിച്ചത്. എന്നാൽ ഇദ്ദേഹത്തിന് അപ്പോഴത്തെ മാനസികാവസ്ഥ കൊണ്ട് അത് മന്ദമാരുതനായിട്ട് ഇദ്ദേഹത്തിന് തോന്നി. ഇദ്ദേഹം അവിടെ ചെന്നിട്ട് അവരോട് കുറേ ചോദ്യങ്ങൾ, ഒറ്റ ശ്വാസത്തിന് കുറേ ചോദ്യങ്ങൾ ചോദിക്കും. ഒരു യൂണിവേഴ്സിറ്റിക്കും ചോദിക്കാൻ വയ്യാത്ത തരത്തിലാണ് അദ്ദേഹം, വിദ്യാർത്ഥിക്ക് ബോധക്കേടുണ്ടാകത്തക്ക തരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിലൊന്ന് നിൻ്റെ പേരെന്താണെന്നുള്ളതാണ്, പിന്നെ നീ ആരുടെ മകളാണെന്നാണ്, വംശം, ഇതിപ്പോൾ പിന്നെ ജാതി. ഈ ജാതി ചോദിക്കുന്നത് മഹാഭാരതത്തിൽ പല സ്ഥലങ്ങളിലുള്ളതാണ്. അത് കർണനോട് മാത്രമല്ല ജാതി ചോദിക്കുന്നത്, അത് മഹാഭാരതത്തിൽ മാത്രമല്ല രാമായണത്തിലും കാണാം. ഇദ്ദേഹം രാവണൻ സീതയെ മോഷ്ടിച്ചു കൊണ്ടുവരാൻ, അപഹരിച്ചു കൊണ്ടുവരാനും മറ്റവരെയൊക്കെ മാരീചൻ മാനായിട്ട് വന്ന് അവരെ ശ്രീരാമനെയും ലക്ഷ്മണനെയും അകറ്റിയതിന് ശേഷം അകത്ത് കയറി പീഠമിട്ട് കൊടുത്തിരുന്ന് അദ്ദേഹത്തിന് കഴിക്കാനുള്ള അവിടെ ഉണ്ടായിരുന്ന പദാർത്ഥങ്ങളും പഴങ്ങളും എല്ലാം കൊണ്ടുപോയി വെച്ച് കൊടുത്തിട്ട് വളരെ വിനീതയായി നിന്നുകൊണ്ട് സീത ഈ ഓരോന്നും ചോദിച്ചു വരുന്ന കൂട്ടത്തിൽ ചോദിക്കും, അങ്ങയുടെ വംശം, അങ്ങയുടെ ജാതി. അപ്പോൾ അത് ജാതി ചോദിക്കാൻ വേണ്ടി ആളെ എവിടെ ഫിക്സ് ചെയ്യണമെന്നറിയാനാണ്. എങ്ങനെയുള്ള സന്യാസിയാണ്, ഏത് തരത്തിലുള്ള ഭക്ഷണമാണ് ഇദ്ദേഹത്തിന് കൊടുക്കേണ്ടത്, സന്യാസത്തിൽ ഇദ്ദേഹം ഏത് ഘട്ടത്തിൽ നിൽക്കുന്നു, ഇതൊക്കെ അറിയാൻ വേണ്ടിയാണ് ഈ വിശദ വിവരങ്ങളെല്ലാം ചോദിക്കുന്നത്. ഇന്നും നേരിട്ട് ചോദിക്കില്ലെങ്കിലും ഇപ്പോൾ പേര് പറഞ്ഞു കുട്ടപ്പൻ. അച്ഛൻ്റെ പേരെന്താണ്? അച്ഛൻ്റെ പേര് കുഞ്ഞപ്പൻ. പിടികിട്ടിയില്ല. അമ്മയുടെ പേര് അമ്മയുടെ മഹേശ്വരി അമ്മ. അപ്പോൾ അവിടെ ഒരു പ്രതീക്ഷ വരും, മഹേശ്വരി അമ്മ. അല്ല, ഈ കുഞ്ഞപ്പൻ എന്ന് പറയുന്ന മുത്തശ്ശൻ്റെ മൂത്ത ആളുടെ പേരെന്താണ്? അത് രൈരു നായർ. അപ്പോൾ കാര്യം പിടികിട്ടി. പിന്നെ അവനെ ഫിക്സ് ചെയ്തു. അപ്പോൾ ഇതിനു വേണ്ടി ചോദിക്കുന്നതാണ് ആ ഒരു ഏത് തരത്തിലാണ് പെരുമാറേണ്ടത്, ഏത് തരത്തിലുള്ള വാക്കുകൾ പറയാം. ഹാസ്യം തന്നെ ഇയാളോട് പറയാമോ? ചിലരോട് ഹാസ്യം പറഞ്ഞാൽ തല്ലുള്ളൂ, ആ വിധത്തിലാണ്. അപ്പോൾ അത്രയ്ക്ക് ഹാസ്യം രുചിക്കാത്ത ആളുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നിശ്ചയിക്കുന്നതിന് വേണ്ടിയാണ് ഈ ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്നത്. അപ്പോൾ അതൊരു മനഃശാസ്ത്രപരമായ, ഈ വന്നയാളിൻ്റെ സ്വഭാവം പഠിക്കുന്നതിനുള്ള മനഃശാസ്ത്രപരമായ അപഗ്രഥന സമീപനമാണ്. അല്ലാതെ നമ്മൾ ഇന്ന് ധരിക്കുന്നത് പോലെയുള്ള ഒരു പ്രശ്നവും അതിനകത്തില്ല. അല്ലെങ്കിൽ ഇപ്പോൾ രാവണൻ ശരിക്ക് ഇവരെക്കാളും മുന്തിയ ആളാണ്. ബ്രഹ്മാവിൻ്റെ വംശത്തിൽ 4ാമത്തവനാണല്ലോ. ഇവർ ക്ഷത്രിയന്മാരല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അവിടെ ജാതിയുടെ യാതൊരു പ്രശ്നവും വരുന്നില്ല. വന്നയാൾ തന്നെയാണ് അങ്ങനെ ജാതി ചോദിച്ചാൽ. ഈ ഫിലിസ്തീൻ മുനി എന്നൊക്കെ പറയുന്നത് ബ്രാഹ്മണരെ കാട്ടിലെ അല്ല, ബ്രഹ്മാവിൽ നേരിട്ട് വന്നിരിക്കുന്ന ബ്രാഹ്മണനാണ്, ബ്രഹ്മജ്ഞാനിയുമാണ്. അപ്പോൾ ബ്രഹ്മജ്ഞാനം ഉള്ളത് കൊണ്ട് ബ്രാഹ്മണൻ എന്ന് തികച്ചും പറയാവുന്നയാളാണ്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് പൗലസ്ത്യൻ എന്ന് പേര് വരുന്നത്. അപ്പോൾ അതൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ ഓരോന്നായിട്ട് വിവരങ്ങളെല്ലാം ചോദിച്ച് വന്നപ്പോൾ ഇദ്ദേഹത്തിന് താൻ പിന്നെ ചോദിക്കരുതാത്ത കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങി. അപ്പോൾ അതിനൊന്നും മറുപടിയില്ല. അപ്പോൾ അവിടെ വളരെ വിവേകത്തോടു കൂടിയാണ് സത്യവതി പെരുമാറുന്നത്. നിന്നെ ഞാൻ വിവാഹം കഴിക്കുന്നതിൽ നിനക്ക് വിരോധം വല്ലതുണ്ടോ? അത് അദ്ദേഹം വീട്ടിൽ വന്നിട്ട് വേറെ ആളെ പറഞ്ഞയക്കണം.
അദ്ദേഹം അവളോട് ചോദിക്കുകയല്ല. പിന്നീട് വിവാഹം വീട്ടിൽ ആലോചിച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു കത്ത് കൊടുത്തയക്കുക, അല്ലെങ്കിൽ മൊബൈൽ ചോദിച്ച് എന്നെ ഇഷ്ടമായോ. കാരണം ഇത് 8 മക്കൾ ഉണ്ടായിരുന്ന ആളാണ്, അതിലൊരാൾ മാത്രമേ സ്ഥലത്തുള്ളൂ, ഭീഷ്മർ. അപ്പോൾ ഒരു യുവതിക്ക് 8 മക്കൾ വരെ ജനിച്ചിട്ടുള്ള ഒരു ആളിനെ വിവാഹം കഴിക്കുന്നതിൽ മാനസികമായ ഒരു സംതൃപ്തി ഉണ്ടാവാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് വെറുതെ ചോദിക്കാം. പിന്നെ ഇദ്ദേഹത്തിന് അങ്ങനെ പ്രായമൊന്നും തോന്നാത്ത തരത്തിൽ സുമുഖനും നേരത്തെ പറഞ്ഞ ആരോഗ്യ ദൃഢഗാത്രനും ഒക്കെ ആയതുകൊണ്ട് വേണമെങ്കിൽ അദ്ദേഹത്തോട് ഇഷ്ടം തോന്നാവുന്നതേ ഉള്ളൂ. അപ്പോൾ അവർക്കതിൽ പ്രത്യേകിച്ച് താല്പര്യക്കുറവോ താല്പര്യമോ ഉള്ളതായി പറഞ്ഞില്ല. ഇദ്ദേഹം തന്നെ നേരിട്ട് ചെന്ന് അച്ഛനോട് ചോദിക്കുന്ന സ്ഥിതിയിലേക്ക് പോകുമ്പോഴാണ് കാര്യം വഷളാകുന്നത്. ഒരു വംശചരിത്രം വഷളാകുന്നതിൻ്റെ അവിവേകമാണ് നാം ഇവിടെ കാണുന്നത്. ഇങ്ങനെ പല അവിവേകങ്ങൾ കൂടിച്ചേർന്നാണ് ചന്ദ്രനിൽ നിന്ന് ഉത്ഭവിച്ച ഈ മഹാവംശം കുരുക്ഷേത്രത്തിൽ മഹായുദ്ധമായി മാറി ആരും അവശേഷിക്കാത്ത വിധത്തിൽ, അതായത് 80 വയസ്സിന് താഴെയും 12 വയസ്സിന് മുകളിലുള്ള ആരും അവശേഷിക്കാത്ത വിധത്തിൽ ഒരു രാജ്യത്തിലെ പുരുഷ പ്രജകളെല്ലാം അന്യം നിന്ന് പോയത് ഈ അവിടെ കാണിച്ച ചെറിയ ചെറിയ അവിവേകങ്ങൾ മൂലമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരം രാജാക്കന്മാർക്ക് പ്രധാനമായിട്ട് വേണ്ടുന്ന ഒരു ഗുണം വിവേകമാണ് എന്ന് വ്യാസൻ പറയാനുള്ള കാരണം അതാണ്. വിവേകവും നിയന്ത്രണവും, അച്ചടക്കം എന്ന നിലയിലുള്ള നിയന്ത്രണം. അപ്പോൾ ഈ വിവേകവും നിയന്ത്രണവും ഇല്ലെങ്കിൽ അനാവശ്യമായ ചോദ്യങ്ങൾ ഏത് സന്ദർഭങ്ങളിലും, ചില സന്ദർഭങ്ങൾ നമ്മളുടെ വിവേകത്തെ അപഹരിച്ച് കളയത്തക്ക വിധത്തിൽ വശീകരണ ദൃഢമായിരിക്കും. വിവേകം കാണിക്കാനൊക്കെ ഇല്ല. ഇപ്പോൾ ഒരു ദിവസം രാവിലെ 6 മണിക്ക് അല്ലെങ്കിൽ 5:30 മണിക്ക് എഴുന്നേറ്റ് നിത്യകർമ്മങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അന്ന് ഒരു നുണയും ആരോടും പറയുകയില്ല. ഇന്ന് നമ്മളൊരു വ്രതം എടുത്തിട്ട് 6 മണി വരെ, വൈകുന്നേരം 6 മണി വരെ ഇരിക്കുക. എന്നിട്ട് എത്ര നുണ പറഞ്ഞു എന്നുള്ളത് നോക്കിയാൽ എപ്പോഴായിരിക്കും ഒരാൾ വിളിക്കുന്നത് രാവിലെ. അപ്പോൾ ഭാര്യ പറഞ്ഞു, ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേക്ക്, പ്രസംഗത്തിനായിരിക്കേ. അപ്പോൾ തന്നെ നുണ അറിയാതെ പറഞ്ഞു പോകുന്നതാണ്. ഇത് നിരുപദ്രവകരമാണ്. ഒരു ഉപദ്രവവും ഇല്ല. അവിടം വരെ യാത്ര ചെയ്യാനൊക്കെ വയ്യാത്തതുകൊണ്ട് പറയുന്നതായിരിക്കും. ഞാനുണ്ട്, സുഖമില്ലാതിരിക്കുകയാണ്, വരാൻ പറ്റില്ല എന്ന് പറയത്തക്ക ആളല്ല ഈ വിളിച്ചത്. എന്നാലും അത് പറയണം, അതങ്ങനെ തന്നെ പറയണം. കാരണം നമ്മളിത് പരിശോധിക്കാനിരിക്കുകയാണ്. അപ്പോഴറിയാം നുണ പറയാതെ ഇരിക്കുന്നത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല എന്ന്. അതുപോലെ ഒരുത്തനെ കുറിച്ച് ദോഷമായിട്ടൊന്നും വിചാരിക്കുകയില്ല. അയാൾ നമ്മളെക്കുറിച്ച് എന്ത് പറഞ്ഞാലും എന്നിട്ട് അതും പരിശോധിച്ച് നോക്കണം. ഒരു നിവൃത്തി ഉണ്ടാവില്ല. അടുത്ത നിമിഷം ദോഷം പറയും. അപ്പം ഇത് പ്രാക്ടീസ് ചെയ്ത് അഭ്യസിച്ച് അനുശീലിച്ച് ശരിയാക്കി എടുക്കേണ്ടുന്ന ഒന്നാണ്. അതിനാണ് ഇവർക്ക് ചെറുപ്പകാലത്ത് ഈ തപസ് അനുഷ്ഠിപ്പിക്കുന്നത്. ഇവരെ കൊണ്ട്, രാജാക്കന്മാരെ കൊണ്ട് തപസ് അനുഷ്ഠിപ്പിക്കുന്നത് മനസ്സിൻ്റെ പിടി വിട്ടുപോയെന്നാൽ ഉടനെ അത് ഓർക്കുകയും ആ പിടി അതിൽ മുറുക്കുകയും ചെയ്യാൻ അവർക്ക് സാധിക്കും. ഈ വിവേകം നശിച്ചു പോകാതിരിക്കാനാണ്. ഈ സത്യവതിയെ വിവാഹം കഴിക്കുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ വെപ്രാളമാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായ അവിവേകം. ഇതുപോലെ തന്നെ ഇവിടെയും ഇദ്ദേഹം കയറി ചെന്നിട്ട്, ഇതിൻ്റെ മുകളിൽ കയറി ചെന്നിട്ട്, ഇപ്പം നമ്മളൊക്കെയാണ് കയറി ചെല്ലുന്നതെങ്കിൽ ഒരു അരമണിക്കൂർ നിന്ന് അണയ്ക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും കാര്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ഇവളോട് ചോദിച്ചു, ഭവതി എന്തുകൊണ്ടാണ് ഇവിടെ തത്രഭവതി എന്തുകൊണ്ടാണ് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? ആരെങ്കിലും പിടിച്ചുകൊണ്ടു വന്നതാണോ? ഞാൻ രാജാവാണ്, എന്തെങ്കിലും ഉപദ്രവം ഏറ്റിട്ടുണ്ടോ? ആ ഉപദ്രവത്തിൽ നിന്ന് എന്നെ രക്ഷിക്കേണ്ടതുണ്ടോ? എന്നിങ്ങനെ അനവധി ചോദ്യങ്ങൾ ചോദിക്കും. ഭവതിയെ കണ്ടിട്ട് ഒരു അപ്സര സ്ത്രീയാണെന്ന് ഞാൻ വിചാരിക്കുന്നു, അഥവാ വിദ്യാധര സ്ത്രീയാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ദേവഗണത്തിൽപ്പെട്ട എല്ലാ സ്ത്രീകളെക്കുറിച്ചും അവരാണെന്ന് കണ്ടിട്ട് തോന്നി എന്ന് വിചാരിക്കും.
സൗന്ദര്യത്തിൻ്റെ ദേവതയാണ് എന്നെനിക്ക് തോന്നുന്നു. കാക്കക്കുറത്തെ പോലെ ആയിരിക്കും ഇരിക്കുന്നത്. എന്നാലും സൗന്ദര്യത്തിൻ്റെ ദേവതയാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. അങ്ങയെ കണ്ടാൽ ഏത് പുരുഷനാണ് അങ്ങയുടെ പാദത്തിൽ നമസ്കരിക്കാത്തത്? അത്രടം വരെ അങ്ങോട്ട് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. എന്നാൽ അദ്ദേഹം അത്രടം വരെ അങ്ങ് പോയി. ഇപ്പോൾ പറഞ്ഞു എൻ്റെ ഈ അംഗരാജാവ് നയാട്ടിന് വന്നതാണ്. നയാട്ടിന് വന്നതാണ്. അതായത് ജനങ്ങൾക്ക് ഇതിൻ്റെ മൃഗങ്ങളുടെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ അദ്ദേഹം പുലിമുരുകനായിട്ട് വന്നതാണ് അവിടെ. അങ്ങനെ വന്ന അബദ്ധത്തിൽ പറ്റിയതാണ്. പുലിയെ ഒട്ട് കിട്ടിയുമില്ല, ഒരു മുരുകത്തിയെയാണ് കിട്ടിയത്. ആ മുരുകത്തിയോടാണ് ഈ പ്രയോഗങ്ങളെല്ലാം പ്രയോഗിച്ചത്. അപ്പോൾ അവൾ ചെറുതായിട്ടൊന്ന് ചിരിച്ചിട്ട് തൊട്ട് അടുത്ത് നിന്ന മരത്തിൻ്റെ കമ്പ് ഇങ്ങനെ ചാഞ്ഞു കിടപ്പുണ്ടായിരുന്നു. അതിൽ നിന്ന് ആ കമ്പിൻ്റെ തുമ്പ് ഒടിച്ചെടുത്ത് അതിന് നിറച്ച് പൂവാണ്. അതിങ്ങനെ ഒടിച്ച് കയ്യിൽ വെച്ചിട്ട് വളരെ ആനുകൂല്യം സൂചിപ്പിക്കുന്നതാണ് അത് ഒടിച്ചെടുക്കുക. അല്ലെങ്കിൽ ഒരു ചുള്ളിക്കമ്പ് ഒടിച്ചെടുത്താൽ ഒന്ന് കൊടുത്തു വരാൻ പറഞ്ഞു വിടാൻ. ചുള്ളിക്കമ്പല്ല ഒടിച്ചെടുത്തത്, ഒരു പൂങ്കൊമ്പാണ്. അങ്ങനെ ചില പാട്ടുകളുണ്ട് സിനിമയിൽ. അപ്പോൾ ഈ പൂങ്കൊമ്പ് ഒടിച്ചെടുത്തിട്ട് അവൾ പറഞ്ഞു, എൻ്റെ പേര് സുനീത എന്നാണ്. ഇത്രയും നല്ലൊരു പേര് ഞാൻ എൻ്റെ ജീവിതത്തിൽ വേറെ കേട്ടിട്ടില്ല. എന്നുവെച്ചാൽ ഇദ്ദേഹം ലോകത്തിലുള്ള സർവ്വ സ്ത്രീകളുടെയും പേര് കാണാൻ പിടിച്ച് വെച്ചിരിക്കുകയാണെന്ന് തോന്നും ആ പറച്ചിൽ കേട്ടാൽ. എന്നിട്ട് ഒന്നുകൂടി നല്ലപോലെ ചിരിച്ചിട്ട് ഒരു വാക്കുകൂടി പറഞ്ഞു, ഞാൻ മൃത്യുവിൻ്റെ മകളാണ്. അതോടുകൂടി ഇദ്ദേഹത്തിൻ്റെ എല്ലാ കൗതുകവും താല്പര്യവും അസ്തമിച്ചു പോയി. മൃത്യുവിൻ്റെ മകളെന്ന് പറഞ്ഞാൽ യമൻ്റെ മകളെന്നോ? നമ്മുടെ മിസ്റ്റർ കാലൻ, യമധർമ്മൻ്റെ മകൾ. അപ്പം അത് ഇത്തിരി പൊളിക്കുന്നതാണ് ആ വാക്ക്. അത് ഈ നമ്മുടെ കവികളിലെ ഹിന്ദി സാഹിത്യത്തിൽ ഉൾപ്പെടെ ഉള്ള പല ബംഗാളി സാഹിത്യത്തിലാണ് കൂടുതൽ, ബംഗാളി സാഹിത്യത്തിലുമൊക്കെ ആരോഗ്യ നികേതനത്തിലും എല്ലാം ഇത് പൊക്കിയെടുത്തിട്ടുണ്ട്. ഈ മൃതിയുടെ മകൾ കുമാരനാശാൻ എടുത്തിട്ടുണ്ട്. മൃതി തൻ മകളെന്ന് തോന്നുന്ന സ്ഥിതിയിൽ ദേഹികൾ പേടി തേടിലും സീതയെക്കുറിച്ച് പറയുന്നതാണ്. ഈ ലക്ഷ്മണൻ സീതയെ ഉപേക്ഷിച്ച് തമസാ നദിയുടെ തീരത്ത് ഉപേക്ഷിച്ച് പോകുമ്പോൾ സീതയെക്കുറിച്ചുള്ള വർണ്ണനയാണ്. മൃതി തൻ മകളെന്ന് തോന്നും ആ സ്ഥിതിയിൽ ദേഹികൾ പേടി തേടിലും. ഈ മാക്ബത്തിനെ കുറിച്ചുള്ള ഒരു ലേഖനത്തിൽ, ഓബ്ജക്റ്റീവ് കോറിലേറ്റീവ് തിയറി അവതരിപ്പിക്കുന്ന ലേഖനത്തിലല്ല, മറ്റൊരു ചെറിയ ലേഖനത്തിൽ ഇദ്ദേഹത്തിൻ്റെ അലങ്കാര പ്രയോഗങ്ങളെക്കുറിച്ച് പറയും. ടി.എസ്. എലിയറ്റ് ഈ ഹോമറിൻ്റെ അലങ്കാര പ്രയോഗത്തെക്കുറിച്ചാണ്. അപ്പോൾ ഒരു ചൊറിയെ വർണ്ണിക്കുകയാണ്. അപ്പോൾ ചൊറിയെ വർണ്ണിക്കുമ്പോൾ ആ ചൊറി അയാളുടെ ശരീരത്തിൽ വന്നിരിക്കുന്ന, അജാക്സിനെ കുറിച്ചാണ്, വന്നിരിക്കുന്ന വിരുന്നുകാരനാണ് എന്ന് പറയും. അപ്പോൾ ഈ ചൊറിയെ വിരുന്നുകാരനോട് ഉപയോഗിക്കുന്നത് അത്രയും പ്രാചീനമായ കാലത്ത് സാധാരണ ഒരു വളരെ ആധുനികമാണ് എന്ന് തോന്നത്തക്ക വിധത്തിലുള്ള ഒരു പ്രയോഗം, ഒരു മെറ്റഫറിൻ്റെ പ്രയോഗം പ്രയോഗിച്ചിട്ടിരിക്കുന്നു എന്നത് വലിയ ഉൾക്കാഴ്ചയുള്ള അന്തർദർശന ശക്തിയുള്ള ഒരു മഹാകവിയുടെ ലക്ഷണമാണ് എന്ന് അദ്ദേഹം അതിൽ പറയും. ടി.എസ്. എലിയറ്റ് ഈ നമ്മൾ ഈ ഇലിയഡ് വായിച്ചു പോകുമ്പോൾ ഇത് നമ്മുടെ ദൃഷ്ടിയിൽ പെടുകയില്ല. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ ഈ ലേഖനം കൂടി വായിച്ചു കഴിഞ്ഞിട്ട് എടുത്ത് വായിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു വ്യാപ്തി, ഈ ചൊറിയുടെ വർണ്ണനയുടെ വ്യാപ്തിയും ആ ചൊറിയെ വിരുന്നുകാരനാക്കിയിരിക്കുന്നതിൻ്റെ അർത്ഥ അഗാധതയും എല്ലാം നമുക്ക് തോന്നുന്നത് കഥയുടെ പോക്കും ആ രീതിയിലാണ് ഈ ലേഖനം വായിച്ചു കഴിയുമ്പോഴാണ്. അല്ലാത്തപ്പോൾ കഥയുടെ രസത്തിനങ്ങ് വായിച്ചു പോകും എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ടി.എസ്. എലിയറ്റിൻ്റെ വളരെ ചെറിയ ലേഖനമാണ്. അങ്ങനെ ഒരു ലേഖനം വായിച്ചത് ഓർമ്മയിലുണ്ട്.
അപ്പോൾ അതിനും അപ്പുറത്ത് കയറിയാണ് വ്യാസൻ ഈ പ്രയോഗിച്ചിരിക്കുന്നത്. മരണത്തിൻ്റെ മകൾ എന്ന് പറയുമ്പോൾ ഈ ഭാഗം നമ്മൾ ഒറ്റയ്ക്ക് രാത്രിയിൽ ഒരു 12 മണിക്കൊക്കെ ഇരുന്ന് വായിക്കുകയാണെങ്കിൽ മരണം നമ്മുടെ അടുത്ത് എവിടെയോ നിൽക്കുന്നുണ്ട്, മകളെ പറഞ്ഞയച്ചിരിക്കുകയാണ് നമ്മുടെ അടുത്തേക്ക് എന്ന് തോന്നത്തക്ക വിധത്തിൽ ഒന്ന് കിടുകിടുത്തു പോകും. അത്രയ്ക്ക് ഭാവാത്മകതയുള്ള ആളുകളായിരിക്കണം, അല്ലാത്തവരുടെ കാര്യം പിന്നെ പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു പ്രയോഗമാണ് ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഞാൻ മൃത്യുവിൻ്റെ മകളാണ് എന്ന് അവൾ പറഞ്ഞതോടുകൂടി ഇദ്ദേഹത്തിൻ്റെ സർവ്വനാടുകളും, സപ്തനാടുകളുമല്ല സർവ്വനാടുകളും തളർന്ന് അവശനായി പോകും. വെറുതെ ഇവിടം വരെ കയറി വന്നത് മരിക്കാനായിരുന്നല്ലോ ഈ പാടുകടിച്ച് ഇവിടെ എത്തിയത് എന്നുള്ള നിലയിൽ ഈ ചോദ്യങ്ങൾ ചോദിച്ചതെല്ലാം വെറുതെ, എല്ലാം വെറുതെ. കളിക്കാൻ പറ്റിയ ഒരാളിൻ്റെ മകളുടെ അടുത്തേക്ക് നിരാധാരയാണെന്ന് കരുതിയിട്ടാണ് അപ്പോൾ രക്ഷിച്ചൊക്കെ കൊണ്ടുവന്ന് താഴ്ത്ത് കൊണ്ടുവന്നിട്ട് തേരിൽ കയറ്റി കൊണ്ടുപോകുമ്പോൾ ചില വർത്തമാനങ്ങളൊക്കെ വേറെയൊക്കെ പറയാമല്ലോ എന്നൊക്കെ കരുതിയത് മുഴുവൻ അദ്ദേഹം കണ്ട സ്വപ്നം മുഴുവൻ മാഞ്ഞുപോയി. ഈ ഞാൻ മരണത്തിൻ്റെ മകളാണ് എന്ന് പറഞ്ഞതോടുകൂടി.